ഒരു പ്രസംഗം കഴിയുമ്പോൾ ഈ ലോകം വളരെ മനോഹരമാണെന്നും ഈ ലോകത്ത് ഇനിയും എന്തൊക്കെയോ സാധിക്കാനുണ്ടെന്നും നിങ്ങൾ ജയിച്ചു വരണമെന്നും കാശുണ്ടാക്കണമെന്നുള്ള ആഹ്വാനമാണോ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ നമുക്ക് തോന്നുന്നത്? അതോ ഈ ലോകം തീരാറായെന്നും ഇവിടെ വിട്ട് പറന്നു പോകാറായെന്നും കർത്താവ് വരാറായെന്നും ഇവിടെ നിക്ഷേപങ്ങളെ സ്വരൂപിക്കരുതെന്നും നമുക്ക് ജീവനുള്ള ഒരു പ്രത്യാശ വേണമെന്നും ആണോ ഇന്ന് സഭകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ തോന്നുന്നത്? എന്താ തോന്നുന്നത്? എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? അപ്പോൾ ശുശ്രൂഷകര് ചിന്തിക്കേണ്ട കാര്യം, ഞാനൊരു ശുശ്രൂഷ എന്നുള്ള രീതി പറയുന്നതാണ്. എന്റെ മുമ്പിലിരിക്കുന്ന ഒരാളെ കർത്താവിന്റെ സ്വഭാവത്തിലേക്ക് നടത്താനുള്ള കൃപാവരമാണ്. ഈ കൃപാവരത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഓരോരുത്തർക്കും ക്രിസ്തുവിന്റെ ദാനത്തിന് ഒത്തവണ്ണം. അപ്പൊ ഒരാൾക്ക് ടീച്ചറുടെ ഗിഫ്റ്റ് കിട്ടുമ്പോൾ യേശു കർത്താവ് ഇവിടെ നിന്ന് സംസാരിക്കുവാണെങ്കിൽ എന്ത് വെളിപ്പെടുത്തുമായിരുന്നു? അതാണ് ക്രിസ്തുവിന്റെ കൃപയ്ക്കൊത്തോണം, ക്രിസ്തുവിന്റെ ധനത്തിനൊത്തോണം അത് കിട്ടുന്നത്. അത് ഇടയൻ അങ്ങനെ തന്നെയാ. ഒരു ഇടയന് ആ കൃപാവരം കിട്ടുമ്പോൾ ആ കൃപാവരം അവനെ ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിന്ന് ശുശ്രൂഷിക്കാനാണ് പഠിപ്പിക്കും. അപ്പം അനേക ശുശ്രൂഷകൾ വരുമ്പോഴേക്കും അവരുടെ കഴിവല്ല, അവർക്ക് ആത്മാവിൽ ലഭിക്കുന്ന കൃപാവരം ഓരോ മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാനാണ് വർക്ക് ചെയ്യുന്നത്. എന്തിനാ ശുശ്രൂഷകൾ സഭയ്ക്കകത്ത് വരുന്നത്? ക്രിസ്തു എന്ന തലയോളം ഓരോരുത്തരെയും വളർത്തുവാനും ഓരോരുത്തരെയും വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും അവർ ക്രിസ്തുവിന്റെ പരിജ്ഞാനമുള്ളവരായി മാറാനും വേണ്ടിയാണ് സഭ. 1 കൊരിന്ത്യർ ലേഖനം 12 പറഞ്ഞിരിക്കുന്ന ഓരോ മനുഷ്യനെയും കർത്താവ് സഭയോട് ചേർക്കുമ്പോൾ ആ സഭയിൽ ഓരോ അവയവമായിട്ടാണ് ചേർക്കുന്നത്. ഒന്നുകിൽ കൈ, അല്ലെങ്കിൽ കാല്, അല്ലെങ്കിൽ വായ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൃപാവരം ഇല്ലാത്ത ഒരൊറ്റ മനുഷ്യൻ ഒരു സഭയിലും ഇല്ല. Christ's mystical body does not have any organ that does not function.